നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയൊരു ക്യാമറ എടുത്തിട്ടുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ ആ ക്യാമറ നിങ്ങളിത് കാണിച്ചു തരാം. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അരുണ നമ്മളോട് പറഞ്ഞു. അല്ല, അരുണെണ്ണം പുതിയ ക്യാമറ എടുത്ത് അരുണെണ്ണല്ല അഗ്രനാറിക്ക് വേണ്ടി. ഏതാണ് ഇതാണ്. ഭയങ്കര ചാർജാ. നമ്മൾ പകുതി പോലും ഷൂട്ട് ചെയ്തില്ല. 14% കൂടെ ഉണ്ട്. 14%. അവിടെ ഇത് അതിന്റെ കൂടെ ഇൻബിൽട്ട് ആയിട്ട് കിട്ടിയ സാധനം. ഒരു ചാർജർ അല്ല ഇത്, മൈക്ക് സ്റ്റാൻഡ് ആണ്. പിന്നെ ചുവന്നത് ഫ്രീ ആയിട്ട് കിട്ടിയാണ് ഇതിന്റെ കൂടെ. ഇതാണ് അരുണെണ്ണം പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന ക്യാമറ. കണ്ടോ, നമ്മുടെ ആക്ഷൻ 5. നമ്മുടെ വീഡിയോക്കല്ല, പുള്ളിക്ക് സ്വന്തമായിട്ട് വ്ളോഗ് എടുക്കാം. പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങാൻ പോവാണ്. പാർക്കുട്ടിയെ വെച്ച് ഇതാക്കാൻ പോവാന്നൊക്കെ പറഞ്ഞേക്കുന്നത് എന്തോന്ന് ആർക്കറിയാം. കാശിന്റെ ഓരോ കഴപ്പ്. ചരിത്ര സൃഷ്ടി വ്ളോഗ് എടുത്ത് ചരിത്രം സൃഷ്ടിക്കാന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയൂ, ആ ക്യാമറ ഏതാണ്? നിങ്ങൾ പറയൂ. ഇത് സോണി അല്ലേ? സോണി അല്ലേ? സോണി FX3. വെറും ഒരു 5,50,000 രൂപ. ഇത് സംഭവത്തിന് 5 ലക്ഷം രൂപ എന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാം മേടിക്കും, പക്ഷെ ബാറ്ററി മേടിക്കാൻ പൈസ ഇല്ല. ബാറ്ററി മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് അത് മാത്രം ഒഴിച്ചിട്ടേക്കാണ്. ഇതിന് പിന്നെ ആകെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിന് ഡയറക്റ്റ് മൈക്ക് കുത്താൻ പറ്റത്തില്ലേ? മൈക്ക് കുത്താൻ പറ്റും, 3 മൈക്ക് കുത്താൻ പറ്റും. അതല്ല, നമ്മൾ നേരത്തെ ഉപയോഗിച്ച ക്യാമറ വെച്ച് നോക്കുമ്പോ അതിങ്ങനെ ഇവിടെ പോട്ടൊന്നുമില്ല, ആകെ HDMI പോട്ടേ ഉള്ളൂ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബാക്കി പോട്ടൊന്നും അതല്ലേ ഇതിനകത്താ വരുന്നത്. ഇതിന്റെ മെക്കാനിസം ഒക്കെ ഇനി പഠിച്ചു വരുന്നതേ ഉള്ളൂ. സ്പെല്ലിംഗ് വരെ ഇപ്പൊ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പലതും ഭയങ്കര മാറ്റമാണ്. നമ്മൾ ഉപയോഗിച്ച ക്യാമറ ആയിട്ട് നല്ല മാറ്റമുണ്ട്. ഇതാണ് മൈക്കിന്റെ സെറ്റപ്പ്. സോണിയുടെ തന്നെ ക്യാമറ. പൈസ പോലെന്താ, പൈസ പോലൊന്നുമില്ല. അഹങ്കാരത്തിലൊരു കുറവില്ല നമുക്ക്. എന്തായാലും എടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാരും പറയുന്ന പഴയ ക്യാമറ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നാ പറയുന്നത്. ഇതിന്റെ അത് എഡിറ്റിംഗ് വർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ ഇതിന്റെ സെറ്റിങ്ങും കാര്യങ്ങളും ഒന്നും റെഡി ആക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ വീഡിയോ ഇപ്പൊ ഔട്ട് ഇറങ്ങുന്ന ഇച്ചിരി ഒരു. നാളെ തൊട്ട് ഞാൻ ക്ലാസ്സിന് പോവാ. ഇത് നമ്മളിനി ഞങ്ങളിത് നമ്മള് യൂട്യൂബിലെ വീഡിയോ കണ്ട് പോയി ചാടി കയറി എടുത്തതാണ്. ഇനി നമ്മളിതെല്ലാം ഒന്നേന്ന് പഠിച്ചിട്ട് നല്ല ക്വാളിറ്റി വീഡിയോ ഇറക്കുന്നതായിരിക്കും. ഞങ്ങൾ ഇതുവരെ 4K വീഡിയോ. 4K അല്ല, ഈ കണ്ണാന്തരം പിടിച്ചോന്മാരെ അഭിനയിക്കാൻ വരുന്നത്. നമ്മള് 7 അല്ല, ഇപ്പൊ 4K വീഡിയോ ഇതിനു മുമ്പ് എടുത്തോണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങള് 2K എടുത്ത് കാണിക്കുന്നതായിരിക്കും. പിക്സല് താഴോട്ട്, ക്വാളിറ്റി മേളോട്ടല്ല താഴോട്ട്. അപ്പൊ ഇതിന് ഇപ്പൊ എല്ലാവരും അഭിപ്രായം ക്യാമറയെ കുറിച്ച് പറയുന്ന കൂടെ ഞങ്ങളുടെ കോസ്റ്റ് ഇതിനകത്ത് ആളിരിപ്പുണ്ട്. ക്യാമറ എങ്ങനെ ഉണ്ടെണ്ണ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലേ? നമ്മുടെ കോലം, വൃത്തിയായിട്ട കോലം തിരിച്ചറിയുന്നുണ്ടല്ലേ? അനിയൊന്നും ഞാൻ ക്യാമറയിൽ എടുത്തിട്ടില്ല. ഒറിജിനൽ രൂപ പുറത്തു വരുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കൈ എന്താ അനിയകുഞ്ഞ് ഈയിടെയായിട്ട് നമ്മുടെ ബ്ലോഗിന്റെ അകത്ത് ഇല്ലായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ വേണ്ടി ഈ കൈ അല്ല പിടിച്ചല്ല. അപ്പൊ നമ്മള് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് അടിയാണ്. രണ്ടുപേരും കൂടെ ഒരു ചട്ടിച്ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്, ലാഭിക്കുവാണ്. വേണ്ട, ഇവനാണെങ്കിൽ എല്ലാരും കൂടെ വാരി തിന്നാണ്. ഞാനൊരു മിക്സഡ് ഫ്രൈഡ് റൈസ് എടുത്തു. അണ്ണൻ ബിരിയാണി എടുത്തില്ല അണ്ണ? ഇവന് ഒരു ബിരിയാണി എടുത്തു. സലാഡാണ്. ഞങ്ങളുടെ വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് അടിയാണ്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോകും ഇല്ലേ? എന്നിട്ട് ഇവന് ഈ കൊച്ചു പാത്രത്തിൽ മതി എന്നാണ് പറയുന്നത്. കഴിച്ചോ. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. എന്റെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ.